എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എരുമകളായാലും പശുക്കളായാലും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന രണ്ട് മൃഗങ്ങളാണല്ലേ. അപ്പോൾ അവർ പ്രസവിക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കേണ്ടതായ രണ്ട് മരുന്നിനെ കുറിച്ചിട്ടും പിന്നെ അതുവരെയുള്ള അവരുടെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടും പറയാനാണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാമല്ലേ. അപ്പോൾ നമുക്ക് എരുമകളായാലും പശുക്കളായാലും ഒരു നീണ്ട കാലയളവ് തന്നെ ഉണ്ടല്ലേ അവർ പ്രസവിക്കാനായിട്ട്. അതുവരെ നമുക്ക് പറ്റാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഡെലിവറിയൊക്കെയാണ് പശുക്കൾക്കായാലും എരുമകൾക്കായാലും എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു 3 മാസത്തിന് ശേഷം അവർക്ക് നന്നായിട്ട് തീറ്റയൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു 3 മാസത്തിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ തീറ്റ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമത്തത് പശുക്കളാവട്ടെ എരുമകളാവട്ടെ പ്രസവിപ്പിക്കുന്നതിന് മുന്നേ അവരെ കൊണ്ട് നമ്മൾ കുട്ടിത്തീറ്റ കൊടുത്തിട്ടാണ് കേട്ടോ അവരെ വളർത്തിയെടുക്കുന്നത്. പലരും കുട്ടിത്തീറ്റയാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഗർഭപാത്രം വളർച്ചയ്ക്കുമൊക്കെ കുട്ടിത്തീറ്റ വളരെ സഹായപ്രദമാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം പ്രഗ്നൻ്റ് ആയതിനു ശേഷം നിങ്ങൾ എരുമകൾക്കായാലും പശുക്കുട്ടികൾക്കായാലും കുട്ടിത്തീറ്റ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കുട്ടിത്തീറ്റ കൊടുത്താൽ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവിച്ച് കഴിയുമ്പോൾ അവർക്ക് പാലുണ്ടാവുന്നില്ല കേട്ടോ. അത് കുട്ടികൾക്ക് കൊടുക്കാനുള്ള തീറ്റയാണല്ലോ. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് ചെന പിടിച്ച ഒരു പശുക്കുട്ടിക്കോ എരുമയ്ക്കോ കൊടുക്കാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഒരു 3 മാസത്തിന് ശേഷം നമ്മൾ നന്നായിട്ട് എരുമകളുടെ കാര്യം നമുക്ക് ആദ്യം പറയാം കേട്ടോ. എരുമകൾക്കാണെങ്കിൽ ഒരു 3 മാസത്തിന് ശേഷം നമ്മൾ അത്യാവശ്യത്തിന് കുറേശ്ശെ തീറ്റ കൂട്ടി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അവർക്ക് അത്യാവശ്യം ശരീരം വരുന്ന ഒരു സമയമാണ് ഈ പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് പാലിറങ്ങാനായാലും നമ്മൾ നല്ല തീറ്റ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ കൊടുക്കുന്ന തീറ്റ നമുക്ക് ഉപകാരപ്രദമാവണമെങ്കിൽ അവർ പ്രസവിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാലായിട്ടാണല്ലേ അത് ഉപകാരപ്രദമായി നമുക്ക് തിരിച്ച് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് പ്രഗ്നൻസി പീരീഡിൽ എപ്പോഴും നമ്മൾ പശുക്കളെയായാലും എരുമകളെയും നന്നായിട്ട് നോക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒരു പക്ഷേ പ്രസവിച്ച പശുക്കൾക്ക് നന്നായിട്ട് അകിടുണ്ടായിരിക്കുക, പക്ഷേ ഒരുവിധം എല്ലാ പശുക്കളുടെയും ഒരു കാമ്പ് നാശമായി പോവുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാത്ത കുറവ് മൂലവും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. ചിലവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിത്തീറ്റ ഒക്കെ കൊടുത്തിട്ട് അവരുടെ അകിട് നശിപ്പിച്ച് കളയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കുട്ടിത്തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ കല്ലപ്പ് വരിക, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാം കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും കുട്ടിത്തീറ്റ കൊടുക്കാതിരിക്കാൻ നോക്കുക. നല്ല തീറ്റ വാങ്ങിച്ചിട്ട് എരുമക്കുട്ടികൾക്കായാലും പശുക്കുട്ടികൾക്കായാലും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അഥവാ രണ്ടാമത്തെ പ്രസവമൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു 7 മാസമൊക്കെ കഴിയുമ്പോൾ കറവൊക്കെ പറ്റുമല്ലോ. 7 മാസം വരെ ഞങ്ങളൊക്കെ ഇവിടെ 6 മാസം വരെ ആയിട്ടോ കറക്കുള്ളൂ. 7 മാസം ആകുമ്പോഴത്തേനും നമ്മൾ കറവ് നിർത്തും. നമ്മൾ എത്രത്തോളം മുന്നേ കറവ് നിർത്തണോ അത്രത്തോളം പാല് നമുക്ക് കിട്ടുമെന്നാണ് പറയുക. അപ്പോൾ നമ്മളൊരു 6 മാസം ആകുമ്പോൾ ഇവിടെ കറവ് നിർത്താറായുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതൊരു ചെനയെരുമയാണ് കേട്ടോ. ചെനയെരുമയുടെ ഹൊക്കാണി ചെറുതായിട്ട് തടിച്ചിരിക്കും. എന്താ വെച്ചാൽ പ്രഗ്നൻ്റ് ആയ എരുമയുടെ കേട്ടോ. പ്രഗ്നൻ്റ് ആയ എരുമയുടെ എന്താ പറയുക, ആ ഭാഗം കുറച്ച് തടിച്ചിരിക്കും. മറ്റുള്ളവരുടെ അത്രയ്ക്ക് അങ്ങോട്ട് തടിച്ച് വരില്ല. എന്ന് വെച്ചാൽ എരുമകൾക്ക് കുറേ പ്രത്യേകതകളുണ്ട്. എരുമകൾക്ക് പെട്ടെന്ന് തന്നെ ഗർഭപാത്രം പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് അവരുടെ ഒക്കാണി ഭാഗം കുറച്ച് വീർമതയോട് കൂടിയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ചെനയെരുമയ്ക്കും ചെന അല്ലാത്ത എരുമയുടെയും ഒക്കാണികൾ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു 7 മാസം കഴിയും തോറും എരുമകൾക്ക് തീറ്റ പൊതുവെ വെള്ളം കൂട്ടി കൊടുക്കാതെ നനച്ച് വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് എത്ര നമ്മൾ പ്രോബ്ലം ഒന്നും ഇല്ല, ഫസ്റ്റത്തെ ഡെലിവറി ഓക്കെയാണ്, രണ്ടാമത്തെ ഡെലിവറി ഓക്കെയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴാണ് എരുമകൾക്ക് ഗർഭപാത്രം തള്ളി വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എരുമകൾക്ക് ഒരു 6 മാസമൊക്കെ കഴിയും തോറും വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ട് തീറ്റ കട്ടിയിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് പുറമെ രാജ്യങ്ങളിലുള്ളവർ ഒരിക്കലും കഞ്ഞി വെള്ളത്തിൽ അങ്ങനെ ഒന്നും തീറ്റ കൊടുക്കില്ല. അവരൊക്കെ വെറുതെ തീറ്റ കൊണ്ടിട്ട് കൊടുക്കുന്നതിൻ്റെ പ്രധാന കാരണമാണ് ഈ ഗർഭപാത്രം തള്ളി വരുന്നത്. നമ്മൾ കേരളത്തിലൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ വെള്ളത്തിൽ തീറ്റിട്ട് കൊടുക്കുന്നത്. കഞ്ഞിവെള്ളത്തിൽ തീറ്റിട്ട് കൊടുക്കുന്നു, വെള്ളത്തിൽ തീറ്റിട്ട് കൊടുക്കുന്നു. അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ കേരളത്തിലാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. പുറമെ രാജ്യത്തോട്ടൊക്കെ പോകുമ്പോൾ അവർ വെറുതെ തീറ്റ കൊടുന്നിട്ടേച്ചും പോവുകയുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള പച്ചവെള്ളമാണ് കൊടുക്കുന്നത്. അപ്പോൾ എരുമകൾക്കായാലും പശുക്കൾക്ക് പിന്നെയും വലിയ കുഴപ്പം വരാറില്ല പൊതുവെ. പക്ഷേ ഇപ്പോൾ പശുക്കൾക്കും ഗർഭപാത്രം പുറത്തേക്ക് വരുന്നത് വളരെ അധികം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ
പ്രസവിച്ച എരുമകളായാലും എന്താ പറയുക പ്രഗ്നൻ്റ് ആയിട്ടുള്ള എരുമകളായാലും പ്രസവിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ള ഒരു എരുമയുടെ ഹൊക്കാണിയാണ് കേട്ടോ ഈ കാണുന്നത്. അത് ചുരുങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവർ പ്രസവിക്കും തോറും ഹൊക്കാണി ഇടിഞ്ഞിടിഞ്ഞ് വരുമ്പോൾ ഇവരുടെ ഗർഭപാത്രം പുറത്തേക്ക് വരാനുള്ള ടെൻഡൻസി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ 7 മാസത്തിന് ശേഷം എരുമകളെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങുക. കാരണം ഇവർക്ക് എടുക്കും തോറും ഇവരുടെ ഗർഭപാത്രം പുറത്തേക്ക് വരാനുള്ളൊരു ടെൻഡൻസി കൂടുതലായിട്ട് കാണിച്ചു തുടങ്ങും. അപ്പോൾ അങ്ങനെ എങ്ങാനും നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തലഭാഗം ഹൈറ്റ് കുറഞ്ഞ ഭാഗത്തോട്ടും ബാക്ക് ഭാഗം കുറച്ച് ഹൈറ്റുള്ള ഭാഗത്തോട്ടും നിർത്താനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ 7-ാം മാസം മുതൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള തീറ്റ കൊടുക്കാനായിട്ടും 7 മാസം തൊട്ടിട്ട് തന്നെ എരുമകളെ നല്ല രീതിയിൽ നന്നായിട്ട് കെയർ ചെയ്ത് നോക്കാനായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഗർഭപാത്രം പുറത്തേക്ക് വന്നിട്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം എരുമകളുടെ ഗർഭപാത്രം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷനായിട്ട് മാറുകയും എരുമകൾ ചത്തുപോകാൻ വരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പ്രത്യേകം 7 മാസം മുതൽ തന്നെ എരുമകളെ കെയർ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഏത് മുതലായാലും നല്ല രീതിക്ക് വരുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഗർഭപാത്രം പുറത്തേക്ക് വരുമ്പോൾ ഇൻഫെക്ഷൻ ആവുകയും അതൊരു വൃത്തികെട്ട ഒരു സ്മെല്ലാണ് കേട്ടോ. ഗർഭപാത്രം ഉള്ളിലേക്ക് നമ്മൾ തള്ളി വിട്ടു എന്ന് പറയും, പക്ഷേ അത് അത്രയും എന്താ പറയുക സ്മെല്ല് ഇൻഫെക്ഷൻ അടിച്ച് അത്രയും സ്മെല്ല് പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ അറിയാപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു 7 മാസം തൊട്ടിട്ട് തന്നെ എരുമകളെ നല്ല രീതിക്ക് കെയർ ചെയ്യാനായിട്ട് തുടങ്ങുക. അതേപോലെ 7 മാസം തൊട്ടിട്ട് അവർ നല്ല എടുക്കുമ്പോഴും ഒക്കെ അവരെ നന്നായി ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങുക കേട്ടോ. അഥവാ ഗർഭപാത്രം പുറത്തേക്ക് വരുന്ന ഒരു സിംറ്റംസ് അവർ മുന്നേ കാണിക്കുകയാണെങ്കിൽ അത് നമുക്ക് കെടുക്കുമ്പോൾ തന്നെ അറിയാം. അവർ കെടുക്കുമ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ബോൾ പോലെയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഗർഭപാത്രം പുറത്തേക്ക് വരുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഡോക്ടറുടെ ഒരു എന്താ പറയുക സാമീപ്യം ഉണ്ടാവുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. നമ്മളൊക്കെ ഇവിടെ സ്വന്തമായിട്ട് ചെയ്യാനൊക്കെ പഠിച്ചു. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ഇതിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ചെയ്യാനുള്ള ഒരു കാര്യം നമുക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. കാരണം പ്രസവിച്ച് കഴിയുമ്പോഴത്തേനും ഈ ഗർഭപാത്രം പുറത്തേക്ക് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ഇട്ടിട്ട് നിർത്താനായിട്ടുള്ള കഴിവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. സൂചിയും ഒരു ഈര പോലത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് സ്റ്റിച്ചിടാം. പക്ഷെ നിങ്ങൾക്കതിന് ഭയമാണ്, നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഒരു ഡോക്ടറെ വിളിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. കാരണം എരുമകൾ പ്രസവിക്കുന്നതിന് മുന്നേ അതിൻ്റെ സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങും. ഒരു ദിവസം മുന്നേ തൊട്ടിട്ട് തന്നെ വാല് പൊന്തിച്ച് നിൽക്കുക, അങ്ങനെ കുറച്ച് ഹൊക്കാണി ഭയങ്കരമായിട്ട് ഇടിഞ്ഞിട്ട് നന്നായിട്ട് ഇങ്ങനെ മാച്ചി വരിക എന്നൊക്കെ പറയും. നമ്മളിവിടെ മാച്ചി വന്നു തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് വളരെ പേടിയാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു ഡോക്ടറുടെ സാമീപ്യം വളരെയധികം ആവശ്യമാണ്. അപ്പോൾ നിങ്ങളത് നോക്കുക കേട്ടോ. പിന്നെ ഈ ഒരു മരുന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പശുക്കളായാലും എരുമകളായാലും പ്രസവിച്ച് കഴിയുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് കൊടുക്കേണ്ട ഒരു മരുന്നാണ് കേട്ടോ ഇത്. കാൽസ്യമാണ്. കാൽസ്യം നിങ്ങൾ എന്തായാലും ചിലപ്പോൾ നല്ല ആരോഗ്യമുള്ള എരുമകളായിരിക്കാം, ആരോഗ്യമുള്ള പശുക്കളായിരിക്കാം, പക്ഷെ നിങ്ങളിത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. ഇത് ജസ്റ്റ് വായയിൽ വെച്ചിട്ട് നാവ് പിടിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഒരു പകുതി കൊടുത്താൽ മതി കേട്ടോ. പകുതി കൊടുക്കുമ്പോൾ തന്നെ അവർ ഓക്കെ ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പശു പ്രസവിച്ച് കഴിഞ്ഞാൽ അവർക്ക് ആരോഗ്യ പ്രശ്നം മൂലം കാൽസ്യം കുറവാണെങ്കിൽ കാൽസ്യം കയറ്റാനായിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് പിടിച്ച് കയറ്റി വരാനായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു മരുന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് അവർ സുഖമായിട്ട് നിൽക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ പാലും കൂടുതൽ കിട്ടത്തേ ഉള്ളൂ. ഇത് കൊടുക്കുന്നതുകൊണ്ട് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല. നിങ്ങൾ പ്രസവിച്ച ശേഷം ആദ്യത്തെ ഒരു ദിവസം ഇത് കൊടുത്തു കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു ദിവസം ബാക്കി പകുതിയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള പശുക്കളായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു മരുന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ശരിക്കും ആയുർവേദ ഒരു മരുന്നാണ് കേട്ടോ. നിങ്ങൾ പശു ആയാലും എരുമയായാലും പ്രസവിച്ചിട്ട് 2-ാം കുട്ടി വീഴില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല, എന്നിട്ട് കൈയിട്ടെടുത്തു അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു മരുന്ന് പ്രസവിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മരുന്ന് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ എന്തായാലും 2-ാം കുട്ടി അല്ലെങ്കിൽ ചവറ് വീഴുക എന്നൊക്കെ നമ്മുടെ ഇവിടെ പറയും. പുറമെ മറ്റുള്ളവിടുത്തെ എന്താ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ.
ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ വീഴാനായിട്ട് വളരെയധികം സാധ്യതയുള്ള ഒരു മരുന്നാണ് കേട്ടോ ഇത്. തികച്ചും ആയുർവേദമാണ്, അല്ലാതെ ഇംഗ്ലീഷ് മരുന്നോ യാതൊരുവിധ സൈഡ് എഫക്റ്റ് ഉള്ള മരുന്നോ ഒന്നുമല്ല. ഏത് മൃഗങ്ങളായിക്കോട്ടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ മരുന്ന് കൊടുക്കാട്ടോ. ഈ മരുന്ന് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ എന്തായാലും നിങ്ങളുടെ രണ്ടാം കുട്ടി അല്ലെങ്കിൽ ചവറ് വീണിരിക്കും കേട്ടോ, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.